ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. അപ്പം ഞാനിതാ നമ്മളൊരു ഔട്ടിങ്ങിന് പോകണം വിചാരിക്കും അല്ലേ. കുറേ കാലം നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട്. അപ്പം ഞാനും ഹിബ ഇന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പേ ഹിബക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടിരുന്നു. അപ്പോൾ കോഴികൾ എന്നെ പുറത്ത് വിട്ടിരുന്നു. അപ്പോൾ അതിനെ എന്താക്കാൻ പറയാ, അവിടെയൊക്കെ പോയി നോക്കിയിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഹിബ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ പൂച്ച? മറ്റേ സാധാ പൂച്ച അല്ല, എനിക്ക് തോന്നുന്നു ഓടമരു എന്നൊക്കെ പറയുന്ന സാധനമാണോ എന്ന് അറിയില്ല. മറ്റേക്ക് കാണുന്നില്ല, അതായത് പെട്ടെന്ന് കാണപ്പോഴത്തേക്ക് അത് കോഴിയും പിടിച്ചു പോവും. അപ്പൊ എയിലൂടെ വന്ന് വിൽക്കുന്നൊന്നും ഒന്നും കാണില്ല. ഈ പ്രാവശ്യം ഇവിടെ ഇരിക്കുക പിടിക്കാൻ വേണ്ടിട്ട് ഏത് വഴി വരും എന്നുള്ളത്. കോഴികൾ എങ്ങനെ സേഫ് ആയിട്ട് 2 പ്രാവശ്യം പിടിച്ചിട്ട് ഈ കോഴിന്റെ വെയിറ്റ് കൊണ്ട് മതില് ചാടി പോവാൻ പറ്റിയില്ല. അതിനോട് കോയിന് കിട്ടിയില്ല. പക്ഷെ അത് കാരണം നമുക്ക് ഒരു കോയിന് മിസ്സായി. ഒരു കോയിനും കിട്ടി തിരിച്ചിട്ടില്ലേ? അല്ല ഒരു അപ്പുറത്തെ കണ്ടത്തന്നെ കിട്ടില്ല. ഒരു കോയിന് 2 ദിവസം കഴിഞ്ഞേരം അപ്പുറത്ത് നമ്മ സൗണ്ട് കേട്ട് പോയേക്കുമ്പോ അപ്പുറത്തെ പറമ്പിലുണ്ടെങ്കിലും അല്ലാണ്ട് ഒരു കോയിനെ കാണുന്നില്ല. അത് കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ വഴിയൊക്കെ തെറ്റി എവിടെയെങ്കിലും പോയതാണോ എന്നൊന്നും അറിയില്ല. അതെ, കോഴികളൊക്കെ എവിടെ നടന്നുകൊണ്ടൊക്കെ. ഇതല്ലേ കോഴിക്കോട്? കോഴിക്കോട് കോയിന് അതിന്റെ ഉള്ളിലാടില്ലേ, വിറകും കോഴിയൊക്കെ അതിന്റെ ഉള്ളില. അതായത് അച്ഛണ്ടാക്കുന്ന അവിടെ നിന്ന് നമ്മൾ രണ്ടാളും പുറത്തേക്ക് വന്നല്ലോ. ഹലോ. അപ്പൊ അങ്ങനെ ആണല്ലേ. പോണ്ട, നമുക്ക് പുറത്തൊന്നും പോണ്ടേ? ഇനി മാറ്റി വരാണെങ്കിൽ നമുക്ക് പുറത്തു പോവാം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി വരാം നമുക്ക്. ബാക്കി എന്നാ മാറ്റിക്കൂടുവാ. എപ്പോഴാ പോകുന്നത്? ഇമ്മ വരുന്നവരെ ഇങ്ങനെ കോഴികൾ നോക്കിക്കാൻ പോവാ. കണ്ടോ അവിടെ ഇരുന്നിട്ട് നമുക്കപ്പോൾ എടുക്കണ്ടേ, കണ്ടന്റ് എടുക്കണ്ട നമുക്ക്. വാ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതെന്തിനാ അറിയാം. ഇപ്പം ഞാനിവിടെ പുറത്തിറങ്ങിയല്ലോ, അതിന് വേണ്ടിയിട്ട്. പുറത്തിറങ്ങാൻ പാടില്ല ഇവിടെ ആരും. അതേമാതിരി തന്നെ പച്ചക്കറികളോടെ മുകളിൽ പച്ചക്കറികൾ കയറാൻ എനിക്ക് പറ്റില്ല. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉള്ള വാപ്പൻ്റെ കൃഷി കേട്ടോ. അതിൽ എന്താ പറയുക, മുളക്, തക്കാളി, വെണ്ട, ബീൻസ് അല്ലേ ഇപ്പം? വെണ്ട, തക്കാളി, ബീൻസ്, വഴുതിന, കയ്പ, പയറ്, അങ്ങനെ എല്ലാം ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് അവിടെ. ഇവിടുന്ന് അതിന് മുകളിൽ കയറിയാൽ ശരിയാവില്ല. പിന്നെ നമ്മളെ പ്ലാവും കാര്യങ്ങളൊക്കെ തന്നെ. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു കുറേ നേരം വെറുപ്പിക്കുന്നു. എന്താ ചോദിച്ചത്? എന്തിനാ വെച്ചുണ്ടാക്കുന്നത്? ഇവിടെ ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂലേ? പിന്നെ അല്ല, ഇനി ആരും ഇവിടെ ഔഡിയോ എന്ത് ഏന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനെ പേടിച്ചിട്ട് ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. മിണ്ടാണ്ടിരുന്ന ഇവിടെ, മനസ്സിലായോ? മിണ്ടാണ്ടിരുന്ന നമുക്ക് നല്ലത്. ഒരാൾ മാറ്റി ഇറങ്ങിക്കണ്ടേ അല്ലേ? പോകണ്ട നമുക്ക്. സമയം ലേറ്റായി, അതാണ് ഒന്നാമത് ഒടുക്കത്തെ ചൂടുമല്ലേ ഇപ്പോൾ. ഇനി വെള്ളത്തിന് ബോട്ടിലെടുത്തോ? അതിൽ കുറച്ച് ഐസിനായിട്ട് സെറ്റ് ആയിക്കോട്ടോ. ഇപ്പം നമ്മളിപ്പോൾ കാറ് ഞാൻ തുറന്നിട്ടതാണ്, ഒന്ന് ചൂടൊന്ന് പോയിക്കോട്ടെ. കാരണം എപ്പോഴും നമ്മൾ കാറ് ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ഭയങ്കര കുമ്പലേക്കും. അപ്പം അതിന് വേണ്ടി വന്നിട്ട് തുറന്നിട്ടാൽ ഒന്ന് കുറച്ചൊന്ന് കുറയും. അപ്പം വന്നപ്പാ ഇനി വെള്ളത്തിന് ബാക്കിൽ എടുത്തു. ഓക്കെ. അപ്പം നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇവനെ ഉമ്മനെ വാപ്പനെയൊക്കെ കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അവർക്ക് ഇപ്പോൾ ആരോ കാണാൻ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് 2 ആളെയും പാർക്ക് ചെയ്ത്, അല്ല നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഓല ആ സ്ഥലത്ത് വിട്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഓല ഇപ്പോൾ പോയിക്ക്, ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിക്ക്. ആ ഒരു സമയത്തുള്ളിൽ നമ്മൾ ഇങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യാല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ച് ആ വെയിറ്റ് ചെയ്യുന്ന സമയം എന്തായാലും നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കില്ല. അപ്പൊ കുറച്ചേരം നിങ്ങളോട് സംസാരിക്കാം. എന്താ ഇപ്പൊ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? നമ്മളെ സീരീസിനൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അല്ലേ? ഓ പിന്നെ അല്ലാണ്ട് ഒരു കാര്യമുണ്ട്. ഞാൻ ഈ വ്ളോഗിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താ നിങ്ങൾക്ക്? ആ തള്ള അപ്പൊ ഇവന്റെ ചോദിക്കൂ, ആശിക്ക എന്നെ തള്ളാന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ സാറില്ല, ക്യാരക്ടറല്ലേ എന്റെ അഭിനയം അത്ര ആയിട്ടാണ്. പിന്നെ ആ തള്ളന്നെ മടലത്ത് അടിക്കണോ? ഇങ്ങനെ ഉണ്ടാവും തള്ളാണല്ലോ പറയുന്നത്. സംഭവം ഡബിളോൾ അഭിനയിക്കാണ് കേട്ടോ. ഞാൻ അവളോട് അപ്പോഴും പറഞ്ഞറിയോ, ആ ഉമ്മായിട്ട് അഭിനയിക്കുന്നത് ഇങ്ങനെയാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു നാച്ചുറൽ ആക്ടിങ്ങില് ഞാൻ ഇന്നലെ ഇന്നലെ 2-3 കമന്റ് ഇന്നെ കാണിച്ചു വരാണ്, ആശിക്ക എന്നെ ഓരോരുത്തർ ചീത്ത പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ക്യാരക്ടറിനാണ്, ഇവനല്ല ചീത്ത പറയുന്നത്. ക്യാരക്ടറൊക്കെ അഭിനയിക്കുന്ന ഉമ്മനാണ്.
കേസ് അങ്ങനെ പ്രാകരുത്. പിന്നെ നമ്മള് സീരിയസ് നിർത്തും. പിന്നെ അവൾ ഉമ്മായിട്ട് അഭിനയിക്കില്ല. സാധാരണ എപ്പോഴും ഞാനാണ് നെഗറ്റീവ് വില്ലനായിട്ട് അഭിനയിക്കുക നമ്മളെ പേജിൽ. അപ്പൊ എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് കമന്റ് ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ എൻജോയ് ചെയ്യലാണ്. അപ്പൊ ചില സീരിയലിലൊക്കെ വില്ലന്മാരെ കണ്ടിട്ട് പുറമെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വഭാവങ്ങൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ അല്ലെ, പുറത്ത് കണ്ടപ്പോ വീഡിയോ കണ്ണമായിരുന്നല്ലോ, നല്ല ക്യാരക്ടർ ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ അത്രയും നല്ല ഒരാളാ. അപ്പൊ ആദ്യമായിട്ടാണല്ലോ ആശാത്തി അല്ല ആദ്യമായിട്ടാണല്ലോ ആളിപ്പോ എന്താ പറയുക ഡബിൾ റോൾ അഭിനയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരാണ്, ഉമ്മനെ മടലെടുത്ത് അടിക്കണോ, എന്തൊരു ഉമ്മാണിത്. എന്തായാലും നമ്മളെ സീരിയസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ലൈക്ക് കമന്റ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ വീട്ടിന് എൻട്രി പറഞ്ഞ ഔട്ടിംഗ് ആണ്. ഔട്ടിംഗ് ഒന്നല്ല, നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ പോയത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരമ്മക്കും വാപ്പക്കും സ്ഥലത്ത് വേണം പടർക്കി ഇനി അടുത്ത പരിപാടി നോക്കണ വന്നതിന് ശേഷം. അപ്പൊ അങ്ങനെ കാണല്ലേ കഥകള്. ഇനി ആകെ ഒരു കാര്യം പറഞ്ഞോളൂ ഇവക്ക്, അതുപോലെ ഇവ പറഞ്ഞേ എന്നെ ഭ്രാഗരുത്. അവൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെന്നതും കൊണ്ട് മാത്രമേ അതുള്ളൂ. ആരും ഭ്രാഗൂല, ഇതിനെ പറ്റിയല്ല ഗൈസ്. ആണെങ്കിൽ കമന്റ് ചെയ്യണം ആരാ കൂടുതലായിട്ട് ആക്ടിങ് ഇഷ്ടപ്പെട്ടെന്ന്. ചിലപ്പോ ഇപ്പൊ എനിക്ക് പറയാം, എന്നാലും പ്രശ്നമില്ല. ഒരാളിനെ പറ്റി പറഞ്ഞത് ഞാൻ ഹാപ്പിയാ. അപ്പൊ നമുക്ക് ബാക്കി കാണാല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു ലീബ. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിന് ഫുഡ് കഴിച്ചിട്ട്. ഇവിടെ കാണുന്നില്ല, ഇനി വേറെ എവിടെയും കൊണ്ടുവച്ചതാ. നല്ല പാർക്കിങ് വണ്ടി തപ്പി ഇറങ്ങിയതല്ലേ. പോയേക്കോ ഒരു വാലറ്റ് പാർക്കിംഗ് അല്ലേ, ചോദിച്ചോക്കോട് പോവാ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലേ. സൂപ്പറോ ഹാപ്പി ഡേ ആണല്ലോ. എന്ത് പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ? ഞാന് പോകുന്ന സമയത്ത് കൊറേ പ്ലാനിങ്ങോടെയും പോയത്, പക്ഷെ ഒന്നും കാര്യം നടന്നു. അത് നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി നടക്കുകയാണെങ്കിൽ ലൈഫിന് എന്തായാലും ഒരു ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് സ്വന്തമായി കസ്റ്റമൈസ് ചെയ്താണ്. ഇവിടെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് എനിക്കില്ലേ ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂതി എഴുതാൻ അറിയില്ലേ. അല്ല, ഇവള് കസ്റ്റമൈസ് മുമ്പ് ചെയ്ത ഒരു കല്യാണത്തിന് നമ്മൾ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടപ്പോ എനിക്കറിയില്ല. ഒരു ഡ്രസ്സ് എനിക്കൊന്ന് 2 മാസമൊക്കെ എടുത്തിട്ടാണ് ആ കസ്റ്റമൈസേഷൻ ചെയ്തത്. ഇപ്പൊ ഇവിടെ കസിന്റെ ഒരു നിക്കാഹ് ഉണ്ട്, അതിന് കസ്റ്റമൈസേഷന് വേണ്ടി ഇന്നലെ ഇറങ്ങിയതാ. ഇന്നലെ നമ്മൾ നോക്കി, പക്ഷെ വിചാരിച്ച കിട്ടിയതല്ലേ. പക്ഷെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഒരു എന്താ പറയാ പൂതിയാണ്, ഇങ്ങനെ കല്ലെല്ലാം ഇങ്ങനെ വെച്ചിട്ട്. അത് നമുക്ക് നോക്കാം, നമുക്ക് ടൈം ഇടല്ലോ. അടുത്ത മാസം ഇനി 20 ദിവസം തമ്മിൽ നമുക്ക് അതിനുള്ളിൽ നമുക്ക് തന്നെ അടിപൊളി സംഭവം കണ്ടുപിടിക്കാം. ഇൻഷാ അല്ലാഹ് എന്തായിട്ടൊന്ന് സെറ്റ് ആക്കണം. എല്ലാം എനിക്ക് തോന്നുന്നു അവസാന ഘട്ടത്തിലേക്ക് ലാസ്റ്റ് നമ്മള് പത്താശ എന്തെങ്കിലും എടുത്തിടുന്ന മിക്കവാറും അതായിരിക്കും നടക്കുക. ഇല്ല, നമുക്ക് സെറ്റ് ആക്കാം, നോക്കാം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഒരു മിനി വ്ലോഗ് ഇട്ട സമയത്ത് ക്രോഷ്യലൈസ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ. അതിൽ കുറച്ച് പാട്ട് കണ്ടിട്ട് അത് സംഭവം ചെയ്യാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുതിയ വരുമ്പോ ഓരോന്ന് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചാല് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ വെറുതെ അതും ഒരു പൂതിന്റെ പുറത്ത് വാങ്ങിച്ചെന്ന് ഈ ആഷിഖാന്റെ കൊണ്ട് വാങ്ങിപ്പിച്ചേന്. അപ്പൊ അറിയൊന്നുമില്ല, പക്ഷെ ചുമ്മാ അങ്ങനെ ചെയ്ത് യൂട്യൂബിലെല്ലാം നോക്കി ഇപ്പൊ ചെറുതായിട്ടൊക്കെ ചെയ്യാനറിയാം. അതായത് നല്ലോണല്ല, പക്ഷെ എന്തൊക്കെ കാട്ടിക്കൂട്ടും. അതന്നെ. അപ്പൊ എന്തായാലും നമ്മളെ എന്താ പറയുക, ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ ചെയ്ത സാധനം. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്ന നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ ആ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചില്ലേ. ചെലപ്പോ അത് എന്താ പറയാ, അത് അങ്ങനെ തന്നെ അങ്ങ് പോവും. എന്റെ കാര്യമായതുകൊണ്ട് പൂതിയല്ലേ. അതെ. അപ്പൊ എന്തായാലും എന്താ പറയാ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കാണിച്ചിട്ട് അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. അത്രേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.